ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചേ. പിന്നെ നമ്മൾ ഇന്നലെ പൂ വാങ്ങിച്ചില്ലേ, അതെന്തിനാണെന്ന് എല്ലാവരും ഡൗട്ട് അടിച്ചില്ലേ. ഇന്ന് മരിച്ചവരുടെ ദിവസം കൂടിയായിരുന്നു പള്ളിയിലെ. അപ്പോൾ എല്ലാവരും കല്ലറയും സെമിത്തേരിയൊക്കെ അലങ്കരിക്കുന്നുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ അപ്പച്ചിയുടെ അമ്മച്ചിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പച്ചിയുടെ അമ്മച്ചിയുടെയും കല്ലറയിൽ പോയി കഴിഞ്ഞ് നമ്മൾ ചേച്ചിയുടെ കല്ലറയിൽ പോയി ചേച്ചിയോടും വർത്താനം പറഞ്ഞു, ചേച്ചിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചേ. പിന്നെ പള്ളി കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് നേരെ നമ്മൾ ക്ലിനിക്കിലോട്ട് പോയി. ക്ലിനിക്കിൽ പേഷ്യൻസിനെ എല്ലാം നോക്കി. ഇന്ന് ഉച്ചയായപ്പോൾ ഞാൻ ലഞ്ചൊന്നും കൊണ്ടുവന്നില്ല. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് അത് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരം വെറുതെ ഇരുന്നപ്പം എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഗിഫ്റ്റൊക്കെ ഞാൻ എടുത്തു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ക്ലിനിക്കൊക്കെ അടച്ച് നേരെ വീട്ടിലോട്ട് പോവാണേ. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. ഇന്ന് നല്ലൊരു ഹാപ്പനിങ് ഡേ ആയിരുന്നു. അപ്പം നേരെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടികളൊക്കെയാണ്. പിന്നെ കുറച്ച് നേരം പെട്രോൾ പമ്പിലൊക്കെ വന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് നേരെ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് രാത്രി ആയിരുന്നു. അപ്പോഴത്തേനും എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് കേക്ക് ഇതാണ്. എനിക്ക് ആകാംക്ഷ മൂത്ത് ഞാൻ തുറന്നു നോക്കിയതാണ്. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഇന്ന് നമ്മൾ വന്ന ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തു. ഇത് ചേച്ചിയും അളിയനും ഒക്കെ അയച്ചതാണ്. അടിപൊളിയായിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു. ഒരു ഷൂ കിട്ടി. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളുണ്ട്. ഇതുകൊണ്ടോ വേറൊരു കള്ളിയുണ്ട്. ഈ കള്ളി ഇങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ കുറച്ച് ചോക്ലേറ്റ്സും അതേപോലെ തന്നെ കുറച്ച് പെർഫ്യൂംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെല്ലാവരും വിളിച്ചെന്നെ വിഷ് ചെയ്തു. വീഡിയോ കോള് ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു, തമാശയൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നമ്മുടെ ചേട്ടന്മാർ നമ്മളെ വിളിച്ചു. പിന്നെ ചേട്ടന്മാരുടെ അടുത്ത് പോയി നമ്മൾ കടയിൽ നിന്ന് കേക്കൊക്കെ മുറിച്ച് അവർക്കൊക്കെ കൊടുത്തേ. ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ചേട്ടന്മാർ എപ്പോഴും അങ്ങനെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ച് ഒരുമിച്ച് സെലിബ്രേറ്റ് ഒക്കെ ചെയ്യും. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്നപ്പോൾ അടുത്ത 2 കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കേക്ക് ചേച്ചി ഓർഡർ ചെയ്യുന്നതാണ്. ഒരു കേക്ക് ആരാ തന്നത് ഞാനിപ്പോൾ പറയുന്നില്ല, സമയമാകുമ്പോൾ പറയാം. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്നല്ലേ പറയുന്നത്. പിന്നെ അച്ചാച്ചിക്കും അമ്മയ്ക്കും മമ്മിക്കും കേക്ക് കൊടുത്ത് അമ്മയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഇത്തവണത്തെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഫെബ്രുവരി 29 ആണ്. പക്ഷെ അതിനേക്കാൾ അടിപൊളിയായിട്ട് ഈ വർഷം കേക്ക് നമ്മൾ കട്ട് ചെയ്ത് ആഘോഷിച്ചു. മൊത്തം 3 കേക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇതും അത് കഴിഞ്ഞിട്ട് ഈ കേക്ക് നമ്മൾ കട്ട് ചെയ്തു. പിന്നെ എനിക്ക് 2 ഗിഫ്റ്റും കൂടെ വന്നേ. ഈ ഗിഫ്റ്റ് ആരാ തന്നതെന്ന് ഞാൻ പറയുന്നില്ല, അതും അതിൻ്റെ സമയമായിട്ടെ അപ്പോൾ പറയാമല്ലേ. ആ ഗിഫ്റ്റ് എന്താ കിട്ടിയെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അടിപൊളിയായിരുന്നു. നമ്മുടെ പേരൊക്കെ എഴുതിയ നല്ല അടിപൊളി ഒരു വാലറ്റും കുറേ ചോക്ലേറ്റ്സും ഒരു അടിപൊളി ഷർട്ടൊക്കെ കിട്ടിയേ. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അയച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഇത് അടിപൊളി ഒരു ഗിഫ്റ്റായിരുന്നു. ഒരു ട്രിമ്മറും അതേപോലെ തന്നെ ഒരു ഹെഡ്ഫോണും ആയിരുന്നു. നല്ല അടിപൊളി ഗിഫ്റ്റായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇത്തവണത്തെ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.